Assalamu alaikum warahmatullahi wabarakatuh. Peace be upon you. Entre-vous to adulthood. From one little finger Malini Chib. Malini Chib എഴുതിയിട്ടുള്ള ഫ്രം വൺ ലിറ്റിൽ ഫിംഗർ നിന്ന് എടുത്തിട്ടുള്ള Entre-vous to adulthood. Entre-vous എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ അഡൾട്ട്ഹുഡ് മീൻസ് ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ് വരെ മാലിനി ചിബ് ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. മാലിനി ചിബ് ആരാണെന്ന് ചോദിച്ചാൽ 1966 ജനിച്ച ഒരു ഇന്ത്യൻ ഡിസേബിലിറ്റി റൈറ്റ് ആക്ടിവിസ്റ്റാണ് ആൻഡ് ഓതർ ഹു ഹാസ് സെറിബൽ പാലസി. അപ്പോൾ ഇവർ ബുക്ക് എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സെറിബൽ പാൽസിയാണ്. സെറിബൽ പാൽസി എന്ന് പറഞ്ഞാൽ അറിയണ്ടാവും, ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ്. ഷി ബ്രോട്ട് ദ ബുക്ക് വൺ ലിറ്റിൽ ഫിംഗർ ഓവർ ദി കോഴ്സ് ഓഫ് 2 years ബൈ ടൈപ്പിംഗ് വിത്ത് ഓൺലി വൺ ഫിംഗർ. ഇപ്പോൾ സെറിബൽ പാലസി ബാധിച്ചിട്ടുള്ള ഒരാൾക്ക് ബോഡി മൂവ്മെൻറ്റ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവർ ഈ ഒരു ബുക്ക് വൺ ലിറ്റിൽ ഫിംഗർ എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് 2 വർഷം എടുത്തിട്ടാണ്. 2 വർഷം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊറ്റ വിരലുകൊണ്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ആ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. Malini Chib was born in Kolkata, India in 1966. She had a loss of oxygen during birth causing cerebral palsy. അപ്പോൾ ജനന സമയത്ത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് ഇവർക്ക് സെറിബൽ പാൽസി എന്ന് പറയുന്ന അസുഖം പിടിപെടുകയാണ് ഉണ്ടായത്. ഹർ പാരൻസ് മൂവ് ടു ഇംഗ്ലണ്ട് ആഫ്റ്റർ ഹർ ബർത്ത് ടു ഗെറ്റ് ബെറ്റർ കെയർ ഫോർ ഹർ. അപ്പോൾ ഇവൾക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കെയർ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഇംഗ്ലണ്ടിലേക്ക് പോവുകയുണ്ടായി. ആഫ്റ്റർ ഹർ ബ്രദർ നിഖിൽ വാസ് ബോൺ ദ ഫാമിലി മൂവ്ഡ് ബാക്ക് ടു ഇന്ത്യ. അപ്പോൾ ഇവൾക്ക് താഴെ ഒരു നിഖിൽ എന്ന പേരുള്ള ബ്രദർ ഉണ്ടായപ്പോൾ അവർ വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. സിൻസ് നോ സ്കൂൾ വുഡ് ടേക്ക് ഹർ ആസ് എ സ്റ്റുഡൻറ്റ്, ഹർ മദർ മിതു അലോർ സ്റ്റാർട്ടഡ് എ സ്കൂൾ കോൾഡ് ദ സെൻറ്റർ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ത്യയിലത്തെ സ്കൂൾസ് ഇവരെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കുട്ടിയെ എടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ഇവർ പുതിയൊരു സ്കൂൾ ദ സെൻറ്റർ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ള പേരിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവരുടെ അമ്മ ഒരു പവർഫുൾ ഫിഗറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Malini would later return to England to attend Thomas Delaire School, a boarding school for pupils with cerebral palsy. പിന്നെ വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. അവിടെ സെറിബൽ പാൽസി ബാധിച്ച മക്കൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്കൂളിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് താമസിച്ച് പഠിക്കുകയാണ്. ഷി റിട്ടേൺ ടു ഇന്ത്യ ടു അറ്റൻഡ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് അഫിലിയേറ്റഡ് ടു ദി യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ where she earned a BA. She went back to England to get a master's degree in gender studies at the Institute of Education, University of London. അങ്ങനെ പല ഭാഗത്തു നിന്നായി ഒരുപാട് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു സെറിബൽ പാൽസി ബാധിച്ച ഒരു വ്യക്തിയാണ് മാലിനി ചിബ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസറിലൂടെ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം. വൈ വാസ് ദ നരേറ്റർ പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ബെർക്ലി? അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ബെർക്ലി അവിടെ എന്താണ് ഇവൾക്ക് ഇത്രയധികം സർപ്രൈസ്ഡ് ആയിട്ട് തോന്നിയത്? ദ നരേറ്റർ സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ഇറ്റ് ടീമിംഗ് വിത്ത് ഇലക്ട്രിക്കൽ wheelchair. In fact, these wheelchairs were the order of the day. Wheelchairs had the right of way. The traffic came to halt just to let them cross the road. ഇപ്പോൾ ബെർക്ലിയിൽ പോയപ്പോൾ ഇവർ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രിക് വീൽ ചെയർ യൂസ് ചെയ്യാനുള്ള ആ ഒരു ഈസി മെത്തേഡാണ്. മെയിൻലി എന്താ വെച്ചാൽ ഈ ഒരു വീൽ ചെയർ കാണുമ്പോഴത്തേനും എല്ലാ ട്രാഫിക്കും സ്റ്റോപ്പാവും ഇവർക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദി ആക്സസിബിലിറ്റി വാസ് സ്പ്ലെൻഡിഡ്. അപ്പോൾ എവിടെ പോയാലും ഈ ഒരു വീൽ ചെയർ യൂസ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. ഓൾ ദി പാവ്മെൻറ്റ്സ് വെർ റാംപ്ഡ് ആൻഡ് ദ curbs rounded, making it a very disabled friendly place. അപ്പോൾ എവിടെ പോയാലും എല്ലാ പാവ്മെൻറ്റ് മീൻസ് നടപ്പാതകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ റാംപ്ഡ് ആയിരുന്നു. അതായത് ഇത്തരത്തിലുള്ള വീൽ ചെയറിന് പോകാൻ പാകത്തിന് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. എ വീൽ ചെയർ കുഡ് ഹോപ്പ് ഓൺ ആൻഡ് ഓഫ് വിത്ത് ഈസ്. എവറി പ്ലേസ് വാസ് ആക്സസിബിൾ, ബി ഇറ്റ് എ ലൈബ്രറി, മ്യൂസിയം, റെസ്റ്റോറൻറ്റ്, ഷോപ്പ്, സ്കൂൾ, public toilet or theatre, and this facilitated independence. എവിടെ പോവുകയാണെങ്കിലും, അതായത് അതൊരു ലൈബ്രറി ആയിക്കോട്ടെ, മ്യൂസിയം ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ, ഷോപ്പ് ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ,
പബ്ലിക് ടോയ്ലറ്റ് ആയിക്കോട്ടെ, തിയേറ്റർ ആയിക്കോട്ടെ, എവിടെ പോവുകയാണെങ്കിലും ഈ ഒരു ഇലക്ട്രിക് വീൽ ചെയറിന് പോകാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. വളരെയധികം ഇൻഡിപെൻഡൻസ് ഈ ഒരു ഡിസേബിൾഡ് ആയിട്ട് ആളുകൾക്ക് തോന്നിയിരുന്നു. ഇറ്റ് വാസ് അൺബിലീവബിൾ ഫോർ ഹർ കമ്മിങ് ഫ്രം എ കൺട്രി വെർ മോസ്റ്റ് ബിൽഡിംഗ് ആർ ടോട്ടലി ഇന്നാക്സസിബിൾ ടു വീൽ ചെയർസ്. അപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു കൺട്രിയിൽ ഇന്ത്യയുടെ ഒരു ദോഷവശം എന്ന് പറയുന്ന അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു വീൽ ചെയർ ആക്സസിബിൾ ഇല്ലാത്ത ഒരു കൺട്രിയാണെന്നാണ്. എവിടെ പോവുകയാണെങ്കിലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ വീൽ ചെയർ ആക്സസിബിലിറ്റി കുറഞ്ഞ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടപ്പോൾ അവൾ ശരിക്കും സർപ്രൈസ്ഡ് ആവുകയാണ്. വൈ ഈസ് ഇറ്റ് അഡ്വൈസബിൾ ഫോർ എ ഡിസേബിൾ പേഴ്സൺ ടു ഹാവ് എൻ ഇലക്ട്രിക് വീൽ ചെയർ അറ്റ് ദി യൂണിവേഴ്സിറ്റി ടൗൺ ഓഫ് ബെക്കർലി? അപ്പോൾ ബെക്കർലി യൂണിവേഴ്സിറ്റി ടൗണിൽ ഈ ഒരു ഇലക്ട്രിക് വീൽ ചെയറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദ്യം. ആൻസർ, ഇൻ ഫാക്ട് ദി ക്യാമ്പസ് ഈസ് ലൊക്കേറ്റഡ് ഓൺ എ ഹിൽ ആൻഡ് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ എ ഡിസേബിൾ പേഴ്സൺ ടു ഹാവ് എൻ ഇലക്ട്രിക് വീൽ ചെയർ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാമ്പസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബിസൈഡ്സ് മൊബിലിറ്റി, ഇറ്റ് ഗീവ്സ് എ ഡിസേബിൾ പേഴ്സൺ എ സെൻസ് ഓഫ് ഫ്രീഡം. മൂവ്മെൻറ്റിന് സഹായിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഡിസേബിൾ പേഴ്സണിന് ഒരു സെൻസ് ഓഫ് ഫ്രീഡം ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളും മറ്റുള്ളവരെ പോലെ തന്നെ സ്വാതന്ത്ര്യരാണ് എന്നൊരു ഫീല് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. മേക്കിംഗ് വൺ ഫോർഗെറ്റ് ആൻഡ് ദാറ്റ് ഹി ഓർ ഷീ കനോട്ട് വാക്ക്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് വീൽ ചെയറിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർ അല്ലെങ്കിൽ അവന് ആ ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്. അവർക്ക് ഡിസേബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം, അവർക്കും നടക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യം അവർ മറന്നു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. വലിയൊരു കാര്യമാണ് അല്ലേ. വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ എ പേഴ്സൺ ഹു കനോട്ട് വാക്ക് ഇൻ ഇന്ത്യ? ഇപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ നടക്കാൻ പറ്റാത്ത കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രയാസങ്ങളെ കുറിച്ചിട്ടാണ് ചോദ്യം. ആൻസർ, ഇന്ത്യ ഈസ് എ കൺട്രി വേർ മോസ്റ്റ് ബിൽഡിങ്സ് ആർ ടോട്ടലി ഇന്നാക്സസിബിൾ ടു വീൽ ചെയേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മിക്ക ബിൽഡിങ്സും വീൽ ചെയറിന് സൗകര്യം ഒരുക്കാത്തതാണെന്നാണ് പറയുന്നത്. മാലിനി ചിബ് ഓഫൺ ഹാവ് ബീൻ അപ്സെറ്റ് വൈൽ ട്രൈങ് ടു എൻ്റർ ഫൈവ്-സ്റ്റാർ ഹോട്ടൽസ്, art galleries or parks in India to find that no thought has been given to a person who cannot walk. അപ്പോൾ ഇന്ത്യയിലെ 5-സ്റ്റാർ ഹോട്ടൽസ് ആയിക്കോട്ടെ, ആർട്ട് ഗാലറീസ് ആയിക്കോട്ടെ, പാർക്ക് എന്ത് വേണമെങ്കിലും ആവട്ടെ, പക്ഷെ അവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത ആളുകളെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എന്നാണ്. അവരത് ഡിസൈൻ ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും അവിടെ ഒരുക്കിയിട്ടില്ല. യൂഷ്വലി ഓൾ ദാറ്റ് ഈസ് നീഡഡ് ഇസ് എ റാമ്പ്. ഈ ഒരു ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതുപോലെ ഇത്തരത്തിലുള്ള പബ്ലിക് പ്ലേസിലൊക്കെ വേണ്ടത് എന്താണ്? ഒരു വീൽ ചെയർ കയറി പോകാൻ പാകത്തിലുള്ള ഒരു റാമ്പാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഡിസേബിൾഡ് പീപ്പിൾ ഇൻ ബെക്കർലി ആർഗ്യൂ ദാറ്റ് നോബഡി ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ്? അപ്പോൾ ബെക്കർലിയിലെ ഡിസേബിൾഡ് പീപ്പിളിൻ്റെ ഒരു വാദമുണ്ട്. ആ വാദം എന്താണെന്ന് വെച്ചാൽ ഒരാൾ പോലും ഈ ലോകത്തുള്ള ഒരാൾ പോലും ഇൻഡിപെൻഡൻ്റ് അല്ല എന്നാണ്, ആരും സ്വാതന്ത്ര്യം അല്ല എന്നാണ്. അതിനെന്താ കാരണം എന്നാണ് ചോദ്യം. ആൻസർ, ഡിസേബിൾഡ് പീപ്പിൾ ഇൻ ബെക്കർലി ആർഗ്യൂ ദാറ്റ് ഓൾ പീപ്പിൾ ആർ ഇൻ്റർഡിപെൻഡൻറ്റ്. അവർ പറയണത് എന്താ വെച്ചാണ് അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള ഏതൊരാളും ഇൻ്റർഡിപെൻഡൻ്റ് ആണ്. ഒരാൾ മറ്റൊരാളെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആശ്രയിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദേ ആർഗ്യൂ ദാറ്റ് നോബഡി ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ്. ഒരാളും പൂർണ്ണ സ്വാതന്ത്ര്യ അല്ല. പ്യുവർ ഫ്രീഡം എന്ന് പറഞ്ഞ സംഭവം ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, എ നോർമൽ പേഴ്സൺ വുഡ് നീഡ് എ കാർപ്പൻറ്റർ, എ പ്ലംബർ ഓർ എൻ ഇലക്ട്രീഷ്യൻ പെർഹാപ്സ്. അപ്പോൾ ഇവിടെ മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഒട്ടും വിലയില്ലാത്തൊരു വാക്കായി മാറാണ്. കാരണം ഒരു നോർമൽ പേഴ്സണ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് മറ്റുള്ള ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ. അവിടെ മൈ ലൈഫ് മൈ റൂൾസ് എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഹ്യൂമൻ ബീയിങ്സ് ഈസ് എ സോഷ്യൽ ബീയിങ്. അപ്പോൾ എന്താണ്, ഒരു നോർമൽ ആൾക്ക് ഒരു കാർപ്പൻ്റർ ആശാരിയുടെ ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലംബറിൻ്റെ ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ്റെ ആവശ്യം ഉണ്ടാവാം. ദി ഡിസേബിൾഡ് ടു ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഗെറ്റിംഗ് ഹെൽപ്പ് ടു എനേബിൾ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്.
അതേപോലെ തന്നെയല്ലേ ഉള്ളൂ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും ഒരാളുടെ സഹായം വേണ്ടി വരും, അയാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. So they can function more efficiently and more able to take up employment. അപ്പോൾ ഒരു അറ്റൻഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. Therefore, a personal attendant is really one's hand and legs in the form of another human being. അപ്പോൾ ഒരു അറ്റൻഡൻറ്റ്, പേഴ്സണൽ അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസേബിൾഡ് ആയ ആളുകൾക്ക് ഒരു കാലോ കയ്യോ പോലെയാണ്, ഇൻ ദ ഫോം ഓഫ് അനദർ ഹ്യൂമൻ ബീയിങ്, അത് മറ്റൊരാളുടെ രൂപത്തിലാണെങ്കിൽ പോലും. ദ ഡിസേബിൾഡ് പേഴ്സൺ ഇൻസ്ട്രക്ട് ഹിസ് അറ്റൻഡൻറ്റ് അബൌട്ട് ദ വേസ് ദാറ്റ് മീൻസ് ഹി വുഡ് ലൈക്ക് ടു ബി ഹെൽപ്ഡ്. അപ്പോൾ ഒരു അറ്റൻഡൻറ്റിനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഡിസേബിൾഡ് പേഴ്സൺ പറഞ്ഞു കൊടുക്കും ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന ആ ഒരു വഴികൾ. He is taught how to train his or her own personal attendant to hire as well as to fire. അപ്പോൾ ഈ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾ തന്നെയാണ് തൻ്റെ അറ്റൻഡൻറ്റിന് എങ്ങനെയാണ് താൻ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നതും അവർ ട്രെയിൻ ചെയ്യുന്നതും, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണൽ അറ്റൻഡൻറ്റിനെ നിയമിക്കണോ അതോ ഫയർ ചെയ്യണോ എന്നുള്ളത് ചിന്തിക്കുന്നതും. അപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിലൊക്കെ അറിയാം, സഹായത്തിന് ഒരാളുണ്ടെങ്കിലും അവരെ കൺട്രോള് പാരൻസ് ഏറ്റെടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഫുൾ കൺട്രോൾ ആരുടെ കയ്യിൽ തന്നെയാണ്, ഈ വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അവർ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ എല്ലാവരും എന്താണ്, ഇൻ്റർഡിപ്പെൻഡൻ്റ് തന്നെയാണ്. അപ്പോൾ അവർക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സൊസൈറ്റീസ് സ്റ്റീരിയോടിപ്പിക്കൽ കൺസെപ്റ്റ് അബൌട്ട് ഡിസേബിൾഡ് പീപ്പിൾ? അപ്പോൾ പൊതുവേ ഒരു ധാരണ ഉണ്ട് സൊസൈറ്റിയിൽ ഈ ഡിസേബിൾഡ് പീപ്പിളിനെ കുറിച്ചിട്ട്, അതെന്താണെന്നാണ് ചോദ്യം. ആൻസർ, സൊസൈറ്റി ആൾവേസ് ട്രീറ്റ് ഡിസേബിൾഡ് പീപ്പിൾ ആസ് എ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ബിക്കോസ് ദേ നീഡ് ഹെൽപ്പ് വിത്ത് ദെയർ പേഴ്സണൽ കെയർ. ഒരു രണ്ടാംകിട ആൾക്കാരായിട്ടാണ് ഈ ഡിസേബിൾഡ് പീപ്പിളിനെ സമൂഹം എന്നും കണ്ടിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് പേഴ്സണൽ കെയറിന് പോലും ഒരാളുടെ സഹായം വേണം എന്നത് തന്നെയാണ്. സൊസൈറ്റി ആൾവേസ് ഹാസ് ദിസ് സ്റ്റീരിയോടിപ്പിക്കൽ കൺസെപ്റ്റ് ഓഫ് ഡിസേബിൾഡ് പീപ്പിൾ വെർ ദേ ആർ portrayed as being extremely dependent and helpless. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിളിനെ കാണുമ്പോൾ തന്നെ ഇവർ ചിന്തിക്കുന്നത് എന്താണ്, ആ ഒരു മുൻധാരണയോട് കൂടിയിട്ടുള്ള ആ ഒരു ചിന്തയാണ് തന്നെയാണ് വരുന്നത്. കാരണം ഇവർക്ക് ഒന്നിനും പറ്റില്ല, അവർ എക്സ്ട്രീംലി എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്, അതുപോലെ ഹെൽപ്ലെസ് ആണ്. ഒരു തരത്തിലും അവരെ സ്വന്തം കാര്യം തന്നെ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്നുള്ള തോന്നലുണ്ട്. പക്ഷെ ഇത് ഒരുപാട് പേര് ഇതൊക്കെ മറികടന്നിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലേ. സ്റ്റീഫൻ ഹോക്കിങ്സിനെ, അതുപോലെ റിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറിനൊക്കെ നമ്മളൊന്ന് ഓർത്താൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് മായ? മായ ഈസ് എ പേഴ്സണൽ അറ്റൻഡൻറ്റ് ടു മാലിനി ചിബ്. മായ came and helped her with all her daily living needs. Malini was 22 and could no longer be dependent on her mother for her physical care. അപ്പോൾ 22 വയസ്സായപ്പോൾ മായക്ക് ഇനിയും അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു പേഴ്സണൽ അറ്റൻഡൻ്റായിട്ട് മായ വരികയാണ്. അപ്പോൾ മാലിനി ചിബിന് എല്ലാ പേഴ്സണൽ ഡെയിലി ലിവിങ് നീഡ്സിന് മായയുടെ ഒരു സഹായം ഉണ്ടായിരുന്നു. മായ ഒരു നേപ്പാളീസ് ആയിരുന്നു, ഒരു നേപ്പാളിയൻ യുവതിയായിരുന്നു. അവർക്ക് ഏകദേശം 40 വയസ്സോളം ഉണ്ടായിരുന്നു. ഒരമ്മയുടെ എല്ലാ കെയറും ശ്രദ്ധ ഒന്നും തന്നെയാണ് അല്ലേ, അത് മായ അവർക്ക് നന്നായി കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അഡാപ്റ്റ്? ADAPT. Malini Chib set up an informal recreational club called Adapt. അഡാപ്റ്റിൻ്റെ ഫുൾ ഫോം എന്താ വെച്ചാൽ ആബിൾ ഡിസേബിൾ ഓൾ പീപ്പിൾ ടുഗദർ. അതായത് മാലിനി ചിബ് ഒരു ഫോർമൽ അല്ലാത്ത ഇൻഫോർമലായിട്ടുള്ള ഒരു റീക്രിയേഷണൽ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ പേരാണ് അഡാപ്റ്റ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അവിടെ ഏബിളുണ്ട്, ഡിസേബിളുണ്ട്, അതുപോലെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടാനുള്ള ഒരിടം. വെർ പീപ്പിൾ കുഡ് മീറ്റ് സോഷ്യലി ആസ് ഷീ ഫെൽറ്റ് ദാറ്റ് ദർ വാസ് നോട്ട് മച്ച് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ നോൺ ഡിസേബിൾഡ് ആൻഡ് ഡിസേബിൾഡ് പീപ്പിൾ. അപ്പോൾ അവൾക്ക് ഒരു തോന്നലുണ്ടായി. കാരണം നമ്മുടെ രാജ്യത്തൊന്നും പലപ്പോഴും ഡിസേബിൾഡ് പീപ്പിളും അതുപോലെ നോൺ ഡിസേബിൾഡ് പീപ്പിളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ കുറവാണെന്ന് തോന്നിയിരുന്നത്. അങ്ങനെയാണ് ഇവളുടെ ഫ്രണ്ട് സുബിൻ എന്ന് പറയുന്ന ആളും കൂടിയിട്ട് ഈ ഒരു അഡാപ്റ്റ് എന്നുള്ള പേര് രണ്ടുപേരും ഒരുമിച്ചാണ് സജസ്റ്റ് ചെയ്തത്. അതൊരു കോയിൻസിഡൻ്റലാവാം, പക്ഷേ ആ ഒരു പേര് ഇവർ പ്രാവർത്തികമാക്കുകയാണ്. ആ ഒരു പേരിൽ ഒരു ക്ലബ്ബ്. അഡാപ്റ്റ് മാച്ച് എവറി 2 weeks ജസ്റ്റ് ആസ് എ സോഷ്യൽ ഫോറം. ഒരു സോഷ്യൽ ഫോറം പോലെ, എന്താണ് ഫേസ്ബുക്കും അതുപോലത്തെ സംഭവമൊക്കെ പോലെ ഒരു സോഷ്യൽ ഫോറം പോലെ
അഡാപ്റ്റ് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും മീറ്റ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സബ്ജക്ട് ഡിഡ് മാലിനി ചിബ് ഗെറ്റ് അഡ്മിഷൻ അറ്റ് ദി ഓക്സ്ഫോർഡ് Polytechnic? Malini Chib got admission at the Oxford Polytechnic in the publishing course. അപ്പോൾ ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിൽ മാലിനിക്ക് അഡ്മിഷൻ കിട്ടിയത് പബ്ലിഷിംഗ് കോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പെക്യുലിയർ അബൌട്ട് ദി സെൻറ്റർ ഫോർ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്? അറ്റ് ദ സെൻറ്റർ they train disabled people on how to manage their lives. അപ്പോൾ എന്താണ് സെൻറ്റർ ഫോർ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിൻ്റെ പ്രത്യേകതകളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെൻറ്റർ ഡിസേബിൾഡ് ആളുകളെ അവരുടെ ലൈഫ് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈവൻ ഇഫ് ദേ സഫർ ഫ്രം സീവിയർ ഡിസേബിലിറ്റീസ്, അവർക്കൊരു പക്ഷേ വളരെ കഠിനമേറിയ വൈകല്യങ്ങളുണ്ടാവാം. ഡിസേബിൾഡ് പീപ്പിൾ ഹാഡ് ദ help of many different attendants who aided them with daily living function. ചിലപ്പോൾ അവർക്ക് ഒന്നിൽ കൂടുതൽ ആളുകൾ അറ്റൻഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവാം, അവരെ സഹായിക്കുന്നുണ്ടാവാം. who aided with daily living functions, അവരുടെ നിത്യജീവിതത്തിലെ ഒരുപാട് ജോലികൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവാം. കീപ്പിംഗ് ഇൻ മൈൻഡ് ദെയർ നീഡ്സ്, അവരുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ പറ്റുന്ന അറ്റൻഡൻസ് ആയിരിക്കും അവർ. ഡാഡ് ആൻഡ് മാലിനി സോ മെനി ഡിസേബിൾഡ് അഡൾട്ട്സ് വിത്ത് മൾട്ടിപ്പിൾ അറ്റൻഡൻസ് ഹു കെയിം ആൻഡ് വെൻറ്റ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയപ്പോൾ മാലിനിയും അവരുടെ ഡാഡും ഇതുപോലെ ഒരുപാട് മൾട്ടിപ്പിൾ അറ്റൻഡൻസ് ഉള്ള ആളുകളെ കാണുകയുണ്ടായി. വാട്ട് ഫൗണ്ട് ഹ്യൂജ്ലി അമേസിംഗ് വാസ് ദാറ്റ് ഡിസേബിൾഡ് പീപ്പിൾ ദംസെൽസ് വെർ ഇൻ ചാർജ് ആൻഡ് വെർ പ്ലേസ്ഡ് ഇൻ പൊസിഷൻ ഓഫ് പവർ. അപ്പോൾ അവിടെ കണ്ടതിൽ ഏറ്റവും അത്ഭുതമായി തോന്നിയത് എന്താ വെച്ചാൽ, ഈ ഡിസേബിൾഡ് പീപ്പിളിന് തന്നെയാണ് ഇവരുടെ ചാർജ് ഉള്ളത്. അതുപോലെ എല്ലാ അധികാരം ആർക്ക് തന്നെയാണ്? ഡിസേബിൾഡ് പീപ്പിളിനാണ്. ദേ ഹയർഡ് ആൻഡ് ഫയർഡ് ദർ പേഴ്സണൽ ഹെൽപ്പേഴ്സ്. അപ്പോൾ അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഈ പേഴ്സണൽ ഹെൽപ്പേഴ്സിനെ അവരെന്ത് ചെയ്യും? ഫയർ ചെയ്യും. അവർക്ക് ഇഷ്ടമായാൽ ഹയർ ചെയ്യുകയും ചെയ്യും. വു വേർ കോൾഡ് അറ്റൻഡൻസ്, അവരെ വിളിക്കുന്ന പേരെന്താണ്? അറ്റൻഡൻസ് എന്നാണ്. ഈ പേഴ്സണൽ ഹെൽപ്പേഴ്സിനെ വിളിക്കുന്ന പേര് അറ്റൻഡൻസ് എന്നാണ്. മെനി ഡിസേബിൾഡ് പീപ്പിൾ ലൈക്ക് മാലിനി ഓർ മോർ സീവിയർ ദാൻ ഹർ ഇൻ പൊസിഷൻ ഓഫ് പവർ ഹെഡിങ് ഡിസേബിലിറ്റി ഓർഗനൈസേഷൻസ്. അപ്പോൾ അവിടെ കാണാൻ പറ്റിയൊരു കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ മാലിനിയേക്കാൾ, ഒരുപക്ഷെ മാലിനിയെ പോലെയുള്ളവരുണ്ടാവാം, മാലിനിയേക്കാൾ സിവിയറായിട്ടുള്ള ഡിസേബിലിറ്റി ഉള്ളവരുണ്ടാവും. അവർക്കാണ് അവരുടെ കാര്യത്തിലുള്ള അധികാരമുള്ളത്, പവറുള്ളത്, ഹെഡിങ് ഡിസേബിലിറ്റി ഓർഗനൈസേഷൻസ്. ഇതുപോലെ ഉള്ള ഡിസേബിലിറ്റി ഓർഗനൈസേഷൻസൊക്കെ നേതൃത്വം കൊടുക്കുന്നതും ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇൻ ബെർക്ലി disabled people prefer hiring outsiders and not their own family and friends to assist them, as this brings in a neutral person and obfuscates some level of emotional attachment. അപ്പോൾ ഇവർ കൂടുതലും പ്രിഫർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ഔട്ട്സൈഡേഴ്സിനാണ് ഇവരുടെ അറ്റൻഡൻസ് ആയിട്ട് നിയമിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഇവർ തമ്മിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ന്യൂട്രൽ പേഴ്സണെയാണ് ഇവർ പ്രിഫർ ചെയ്യണത്. കാരണം എന്താണ്, ഇവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞു വിടണം, ഇഷ്ടമായെങ്കിൽ ഹയർ ചെയ്യണം, കൂടെ നിർത്തണം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ്സ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്ട്രേഞ്ചേഴ്സിനെയാണ് ഇവർ പ്രിഫർ ചെയ്യണത്. താങ്ക് യു.